സിംല കരാർ റദ്ദാക്കുമ്പോൾ അവിടെ ഒന്ന് സംഭവിക്കുന്നത് സിംല കരാറിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇത് ബൈലാറ്ററൽ ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ഇൻവോൾവ് ആയിരുന്നുണ്ടെങ്കിൽ ഇതിനെ അത് എലിവേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഇൻവോൾവ്മെൻറ്റ് വരുത്താൻ സാധിക്കും. ലൈൻ ഓഫ് കൺട്രോളും സീസ് ഫയറും ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രശ്നങ്ങൾ കശ്മീരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പാകിസ്ഥാൻ ശ്രമിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് എക്കണോമിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് നേരിടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, കശ്മീർ വിഷയത്തെ വീണ്ടും പൊക്കിക്കൊണ്ട് വരിക ഈ ഒരു കോണ്ടെക്സ്റ്റ് അതൊരിക്കലും പാകിസ്ഥാന് ഡയറക്റ്റ്ലി പറ്റില്ല. അവരിപ്പോൾ ശ്രമിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആളുകൾ അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. അവർ കശ്മീർ ഫ്രീ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അട്രോസിറ്റീസിനെതിരെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള വാദമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. സോ അതുകൊണ്ട് പാകിസ്ഥാൻ ഇവിടെ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ സഫർ ചെയ്യുന്ന എക്കണോമിക് ക്രൈസിസിൽ നിന്നും ജനങ്ങളുടെ രോഷവും ഉള്ളിലുള്ള രോഷവും അവർ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് കശ്മീർ വിഷയം ലോകതലത്തിൽ വീണ്ടും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടുമാണ് പാകിസ്ഥാൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ട് മറ്റൊരു തരത്തിലും അവർക്ക് ഈ ഒരു കമ്പാരിസൺ ഇല്ല. കാരണം എക്കണോമിക്കലി ഇന്ത്യ 2019 വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആണ്, മിലിറ്ററിലി സ്ട്രോങ് ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തിൽ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററിലി ആണെങ്കിലും ലോക സ്റ്റേജിലാണെങ്കിലും അവർക്കുള്ള സപ്പോർട്ട് ഒത്തിരി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു എന്താ പറയുക, ഡിപ്ലോമാറ്റിക് രീതിയിൽ ഇത് ഡീൽ ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുള്ളൂ.